ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് ഇപ്പം നമ്മുടെ വലിയ പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ ഓർഡേഴ്സും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടുള്ളൊരു പെരുന്നാളാണ് ഇങ്ങനെ പെരുന്നാളാന്ന് പോലും തോന്നാത്ത രീതിക്കുള്ളൊരു പെരുന്നാൾ. കാരണം പുതിയ ഡ്രസ്സ് ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല. ഡ്രസ്സ് പിന്നെ വലിയ പെരുന്നാളാണ്, നമ്മൾ ചിലപ്പോഴൊക്കെ സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഒരു വിധത്തിലും പെരുന്നാളാന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത്രയ്ക്ക് തിരക്കായിരുന്നു കേക്കിൻ്റെ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതിപ്പോൾ നമ്മൾ തലേന്ന് രാത്രി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. കറക്റ്റ് ഞാൻ ഓർക്കണില്ല, എന്തായാലും ഒരു 4-5 വൈറ്റ് ഫോറസ്റ്റ്, ബ്ലാക്ക് ഫോറസ്റ്റ് എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ വൈറ്റ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റും വാനിലയും തന്നെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. കാരണം വേറെ ഫ്ലേവേഴ്സൊക്കെ കയറി വരുമ്പോഴാണ് പിന്നെ നമുക്ക് നല്ല ഇരട്ടി പണി വന്നത്. അങ്ങനെ വാനിലയും വൈറ്റ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റൊക്കെ ആയിട്ട് ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ വാനില വൈറ്റ് ഫോറസ്റ്റൊക്കെ നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി. കാരണം ആദ്യം തന്നെ വാനില സ്പഞ്ച് റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ്, അതായത് ചോക്ലേറ്റ് സ്പഞ്ച് റെഡിയാക്കാമല്ലോ. അങ്ങനെ സ്പഞ്ചൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ ചിക്കൻ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അതിൻ്റെ ഇടയിൽ ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചു. അപ്പോൾ എല്ലാ പെരുന്നാളും നമ്മൾ ബീഫാണ് വാങ്ങിക്കണത്. പിന്നെ ഈ പെരുന്നാളിന് ബീഫ് വാങ്ങിക്കാത്തതിൻ്റെ കാരണം തന്നെ പ്രത്യേകം പറയണ്ടല്ലോ. അപ്പോൾ എനിക്ക് ചിക്കൻ കഴുകാനായിട്ട് നല്ല പണിയാണ്, നല്ല സമയം വേണം. അതുകൊണ്ട് ഞാൻ കഴുകണതും ക്ലീൻ ചെയ്യണതൊന്നും ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല. ഒട്ടുമിക്ക സംഭവങ്ങളൊന്നും വീഡിയോ ആഡ് ചെയ്തിട്ടില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് ഒരു വ്ളോഗ് പോലെ ആക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സ്പഞ്ചുകളൊക്കെ ബേക്ക് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചിക്കനൊക്കെ ഒന്ന് മുളക് തിരുമ്മി സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അതായത് കറി വെക്കാനും അതേപോലെ കുറച്ച് ഫ്രൈ ചെയ്യാനും വേണ്ടി മാറ്റാമെന്ന് വിചാരിച്ചു. കാരണം ഞാനും ഉമ്മായും പിള്ളേരും മാത്രമല്ലേ ഉള്ളൂ. ഫുള്ള് കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലവാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നമ്മൾ കറിക്കായിട്ട് ആദ്യം കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രം ഇട്ട് തിരുമ്മി വെച്ചു കേട്ടോ. ബാക്കി കുറച്ച് ബ്രസ്റ്റ് പീസും കുറച്ച് ലെഗ് പീസൊക്കെ നോക്കി മാറ്റി അത് ഫ്രൈ ചെയ്യാനും വേണ്ടി മാറ്റി വെച്ചു. അപ്പോൾ നമ്മൾ എല്ലാ പെരുന്നാളിനും നെയ്ച്ചോറ് അല്ലെങ്കിൽ ബിരിയാണിയൊക്കെയാണ് ഉണ്ടാക്കാറ്. പക്ഷേ ഈ പെരുന്നാളിന് തേങ്ങാച്ചോറാക്കാമെന്ന് വിചാരിച്ചു. കാരണം അതാകുമ്പോൾ ഉമ്മ ഉണ്ടാക്കിക്കോളും. എനിക്ക് നെയ്ച്ചോറിനും ബിരിയാണിക്കൊക്കെ വേണ്ടി നിൽക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട്. കാരണം ഈ കേക്കുകളെല്ലാം പിറ്റേന്ന് റെഡിയാക്കി കൊടുക്കേണ്ടതാലോ. നമ്മൾ തലേന്ന് ക്രം കോട്ട് ചെയ്തല്ലേ വയ്ക്കുള്ളൂ. പിറ്റേന്ന് ഫൈനൽ ഡെക്കറേഷനൊക്കെ പിറ്റേന്ന് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ബിരിയാണിയൊക്കെ വയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ 3 മണി ആയാലും ഞാൻ പിള്ളേർക്ക് ചോറ് കൊടുക്കലുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഉമ്മയോട് പറഞ്ഞാൽ നമുക്ക് ഈ പെരുന്നാളിന് തേങ്ങാച്ചോറാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അത് സെറ്റ് ചെയ്തു. അപ്പോൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഉമ്മ ഞാൻ ഉണ്ടാക്കൽ. എനിക്കെന്തോ തേങ്ങാച്ചോറ് ഉണ്ടാക്കിയ ഒരു പരിചയമില്ല. ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഉമ്മ ഉണ്ടാക്കണതുകൊണ്ട് പിന്നെ അങ്ങനെ ഉണ്ടാക്കും. നെയ്ച്ചോറും ബിരിയാണിയൊന്നും പിന്നെ ഉമ്മ ഉണ്ടാക്കില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ തന്നെ ചെയ്യാറ്. അങ്ങനെ കറി വെക്കാനുള്ളതൊക്കെ നമ്മൾ തലേന്ന് തന്നെ കറി വെക്കാനുള്ള ചിക്കൻ, നമുക്ക് എന്തായാലും ചിക്കൻ കറി വെക്കുമ്പോൾ ഫ്രൈ ചെയ്തിട്ട് കറി വെക്കലാണ് കേട്ടോ ഇഷ്ടം. അല്ലെങ്കിൽ ഒരു താല്പര്യമില്ല. പിന്നെ കഴിക്കില്ല എന്ന് വെച്ചാൽ കഴിക്കും, പക്ഷെ കൂടുതൽ ഇഷ്ടം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കറി വെക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച്, അതേപോലെ തന്നെ മസാലയ്ക്കുള്ള സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതെല്ലാം കുക്കറിലൊന്ന് വേവിച്ചൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കിടന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ പത്തിരിയും ഉണ്ടാക്കണമായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ കിടന്നിട്ടുണ്ടായിരുന്നത്. കാരണം കിടക്കുമ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഫ്രൈ ചെയ്യാനുള്ള ചിക്കനും എല്ലാം മസാല തിരുമ്മി അതും വേറൊരു കണ്ടെയ്നറിലാക്കി മാറ്റി വെച്ചു. പിന്നെ ഈ കാണിക്കണതൊക്കെ നമ്മൾ ഓരോ കേക്കുകൾ ക്രം കോട്ട് ചെയ്യണത് കാണിക്കുന്നതാണ് കേട്ടോ. വലിയ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. ഓരോ കേക്കും ക്രം കോട്ട് ചെയ്യണതും അതേപോലെ ഫിനിഷിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമൊക്കെ ഉള്ള ലുക്കാണ് കേട്ടോ ഞാൻ കാണിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ പത്തിരിക്ക് പൊടിയും വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വാട്ടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉമ്മ അത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മ അടുത്ത് ഞാൻ പറഞ്ഞതാണ്, അത്രയും ടൈം ആയതുകൊണ്ട് ഉമ്മക്ക് ഷുഗർ, പ്രഷർ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം ഉറക്കം ഒളിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. അതുകൊണ്ട് കിടന്നോന്ന് ഞാൻ പറഞ്ഞതാണ്. കാര്യം എനിക്ക് പത്തിരി ഉണ്ടാക്കി തനിയെ ഉണ്ടാക്കി വലിയ പരിചയമൊന്നുമില്ല. എന്നാലും ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കണേ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ 1-2 തവണ, 2-3 തവണയൊക്കെ തനിയെ ഉണ്ടാക്കിയിട്ടുണ്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് അടുത്ത് കുറേ പറഞ്ഞതാണ്. പിന്നെ ഉമ്മായും കൂടെ തന്നെ നിന്ന് എല്ലാം കുഴച്ചൊക്കെ തന്നു. അതിൻ്റെ ഇടയിൽ കേക്കിൻ്റെ വർക്കുകൾ നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ പത്തിരിയുടെ പണിക്കൊക്കെ വേണ്ടി നിന്നത്. കാരണം പത്തിരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുഴക്കണത് നമ്മുടെ കിച്ചൺ സ്ലാബിൽ തന്നെ കൗണ്ടർ ടോപ്പിലാണ് കേട്ടോ നമ്മൾ കുഴയ്ക്കാറ്. അപ്പോൾ പിന്നെ കേക്കിൻ്റെ പണിയെല്ലാം തീർന്നാലല്ലോ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് തുടച്ചെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ പത്തിരിയുടെ പണിക്കൊക്കെ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഉമ്മ അവിടെ കുഴയ്ക്കണ സമയം കൊണ്ട് ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാനൊക്കെ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മസാല തിരുമ്മി വെച്ചിട്ട് കുറച്ച് സമയം ആയിരുന്നു. അപ്പോൾ അത്ര സമയം മതിയല്ലോ എന്ന് വിചാരിച്ച് അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടു. പിന്നെ അതിൻ്റെ ഇടയിൽ ഉമ്മ പരത്തിയൊക്കെ തരണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചുട്ടും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പത്തിരി. ഞാൻ തന്നെ പൊടിയൊക്കെ വാട്ടിയതുകൊണ്ട് എന്താകും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, പത്തിരി ശരിയാവും എന്നൊക്കെ ഉള്ളത്. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. പത്തിരി നല്ല അടിപൊളിയായിട്ട് തന്നെ കുമ്പളച്ചൊക്കെ വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ചിക്കനും അവിടെ ഫ്രൈ ആവണ്ട കേട്ടോ. പിന്നെ ഉമ്മ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പഴയ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഞാൻ ചിക്കൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചതും തക്കാളിയും കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് വെള്ളം, ഉപ്പും മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് കുക്കറിൽ ഒരു 5-6 വിസിൽ അടുപ്പിച്ച് അങ്ങനെ വയ്ക്കുവാണെങ്കിൽ പിന്നെ ഇളക്കണ പണി കുറഞ്ഞിരിക്കും. എനിക്ക് ഇളക്കൽ ഭയങ്കര മടിയുള്ള പണിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ സവാളയൊക്കെ അത്യാവശ്യം കുക്കായിട്ടുണ്ടാകും. പിന്നെ എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വളരെ കുറച്ച് സമയം മാത്രം ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തെടുക്കലാണ് പതിവ്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഇടയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ.
ആദ്യം ഉമ്മ പറഞ്ഞതാണ് പത്തിരി രാവിലെ ഉണ്ടാക്കാന്നുള്ളത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇത്രയും ലേറ്റ് ആയിട്ടാണ് കിടക്കണത്. ഇപ്പോൾ പത്തിരി ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും കേക്ക് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു 1:30-2 മണിക്ക് ആവാറായിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ കിടക്കുമ്പോൾ പിന്നെ ഒരുപാട് നേരത്തെ എനിക്ക് എണിക്കാൻ പറ്റൂല. അപ്പോൾ പിന്നെ ഉമ്മ തന്നെ എണിച്ച് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ എന്തായാലും ഇത്രയും ടൈമായില്ല, ഉണ്ടാക്കിയിട്ട് കിടക്കുവാണെങ്കിൽ രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ട് എണിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, പെരുന്നാളായിട്ട് പോലും ഭയങ്കര ലേറ്റ് ആയിട്ടാണ് എണിക്കാൻ പോലും പറ്റിയത്. കാരണം ഇപ്പോൾ നമുക്ക് എന്തോരം എണിക്കാമെന്ന് വിചാരിച്ചാലും പക്ഷേ എണിക്കാൻ പറ്റില്ലായിരുന്നു, അത്രയ്ക്ക് ടയേർഡായിരുന്നു. കാരണം ഈ ഒരു ദിവസം മാത്രമല്ല, ഇപ്പോൾ 2 ആഴ്ചയായിട്ട് കണ്ടിന്യൂസ് ഇങ്ങനെ ഓർഡർ ഉള്ളതുകൊണ്ട് ഒരു രാത്രി 2 മണി 3 മണിയൊക്കെ ആവുമായിരുന്നു കുറേ ദിവസങ്ങളായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടായിരുന്നു കിടക്കണതും അതുപോലെ തന്നെ എണിക്കണതും. പിന്നെ സുബഹി നിസ്കരിക്കാനൊക്കെ കഷ്ടിച്ച് എണിക്കും, എന്നിട്ട് അപ്പം തന്നെ വീണ്ടും പോയി കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിപ്പോൾ രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. രാവിലെ എണിച്ചപ്പോഴത്തേക്കും ചിക്കൻ കറിയൊക്കെ വേഗം റെഡിയാക്കി, അതൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ പത്തിരിക്ക് ഉമ്മ തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പത്തിരി അപ്പോൾ തലേന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു വലിയ പാത്രത്തിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൂടോടെ കിടന്ന് പിന്നെ അത് വേഗം കേടായാലോ എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് രാവിലെ ആയപ്പോഴാണ് ഒരു കാസ്ട്രോളിലേക്ക് ഇട്ട് അടച്ചു വെച്ചത്. അങ്ങനെ പിള്ളേരെയൊക്കെ വേഗം റെഡിയാക്കി. ഞാൻ റെഡി ആയില്ല എന്നുള്ളൂ, കാരണം ഞാനൊരു കോഡ് സെറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 299 റേറ്റ് തന്നെ ഒരു ടോപ്പും പാൻറ്റും കൂടെ ഉള്ളത് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഷേപ്പ് ചെയ്യാൻ പോലും സമയം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പുതിയതൊന്നും. ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് കഴിഞ്ഞ ചെറിയ പെരുന്നാളിൻ്റെ ഡ്രസ്സാണ് കേട്ടോ. എനിക്കും പിള്ളേർക്കൊക്കെ ഒരേപോലെ ഡ്രസ് കോഡായിട്ട് തയ്പ്പിച്ചതാണ്. എന്തൊക്കെ തന്നെ പറഞ്ഞാലും നമുക്ക് ആ ചെറുപ്പത്തിലുണ്ടായിരുന്ന ആ ഒരു പെരുന്നാളിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല. അത് വേറെ കാര്യം, അത് സത്യം. എന്നാൽ പോലും മക്കളെ ഒരുക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ നല്ല എക്സൈറ്റഡ് ആയിരിക്കും, അവരെ ഒരിക്കലും ഒരു ഫോട്ടോയെങ്കിലും എടുക്കാനും ഒക്കെ വേണ്ടിയിട്ട്. അത് എന്തായാലും ഈ പെരുന്നാളിന് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും എനിക്ക് പെരുന്നാൾ എന്നുള്ളൊരു ഫീല് എനിക്ക് കിട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അത്രയ്ക്ക് ബിസിയായിരുന്നു, എനിക്ക് കിച്ചണിൽ നിന്ന് ഇറങ്ങാൻ പോലും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ പത്തിരിയിറച്ചി ഉണ്ടാക്കി, അത് വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുന്നതാണ്. എന്നാൽ പോലും ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയൊക്കെ വളരെ അപൂർവമായിട്ടല്ലേ ഉണ്ടാക്കാറുള്ളൂ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ എപ്പോഴും പെരുന്നാളിന് നെയ്ച്ചോറോ ബിരിയാണി എന്തെങ്കിലും ഉണ്ടാക്കണതാണ്, അതുപോലും എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉമ്മയാണെങ്കിലും. പക്ഷേ എനിക്ക് ആ ഫുഡിൻ്റെ കാര്യത്തിലൊന്നും ഒട്ടും നോക്കാൻ പോലും പറ്റാത്തതിൻ്റെ ഒരു ഇത് പറഞ്ഞതാണ്. അല്ലാണ്ട് ഇപ്പോൾ തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കി അൽഹംദുലില്ലാഹ്, ഇപ്പോൾ അതുപോലും ഉണ്ടാക്കാൻ പറ്റാതെ പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്ക് ചുറ്റും. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് അൽഹംദുലില്ലാഹ് റാഹത്താണ്. പക്ഷേ എന്താ പറയുക, ഇത്രയും പെരുന്നാളായിട്ട് പോലും ഇത്രയധികം ബിസി ആയിട്ട് ഇങ്ങനെ കിച്ചണിൽ തന്നെ ആയിപ്പോയ ഒരു അവസ്ഥ അതെനിക്ക് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് തന്നെ, അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്കെൻ്റെ വീട്ടിൽ പോലും പോകാൻ പറ്റിയിട്ടുണ്ടായില്ല, അതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു പെരുന്നാളിനും മുടങ്ങാതെ ഞാൻ വീട്ടിൽ പോണതാണ്. പിന്നെ ആ കോവിഡ് വന്ന ടൈമിൽ മാത്രമാണ്, ആ ഒരു പെരുന്നാളിന് മാത്രമാണ് വീട്ടിൽ പോകാണ്ടിരുന്നുള്ളൂ. പിന്നെ പിള്ളേരും ഉമ്മായും പോയിട്ടുണ്ടായിരുന്നു. അതിനാ വെച്ചാൽ ഉമ്മാക്ക് ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പരിചയത്തിലൊരു മരണം ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ അങ്ങോട്ടായിട്ട് പോയപ്പോൾ പിള്ളേരെ ആ കൂടെ കൊണ്ടുപോയിട്ട് അവരെ വീട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരമാണ് ഉമ്മായും പിള്ളേരും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീട്ടിൽ നെയ്ച്ചോറ് അത്തച്ചി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് എനിക്ക് കൊടുത്ത് വിട്ടിട്ടും ഉണ്ടായിരുന്നു. പിള്ളേർ അവിടെ നിന്നാണ് ഉച്ചയ്ക്ക് ഫുഡും കഴിച്ചത്. അങ്ങനെ വീട്ടിൽ പോലും പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്തെടുത്ത് പറഞ്ഞത് പെരുന്നാളെന്നുള്ളൊരു ഫീൽ എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഈ കേക്കും നമുക്ക് ഡെലിവറിയും ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നു. പിള്ളേരൊക്കെ പോയതിന് ശേഷമാണ് ഈ കേക്കിൻ്റെയൊക്കെ വർക്ക് ചെയ്തത്. ചോറിറ്റും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല. ഈ കേക്കിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 4 മണി 4:30 ആയിട്ടാണ് നമ്മൾ ചോറ് പോലും കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഹാർട്ട് ഷേപ്പിലുള്ള കേക്ക് കൊണ്ട് കൊടുത്തിട്ട് വന്നിട്ട് ഈ ഒരു കേക്കാണ് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത്. ഇതൊരു കൺഗ്രാറ്റ്സ് ചെയ്തിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. അത് SLC ആയിരുന്നോ +2 ആയിരുന്നോ എന്നൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി ഈ ഒരു കേക്കും കൂടെ കൊടുക്കാനുണ്ടായിരുന്നു. പിന്നെ ഈ ചെയ്ത് വെക്കുന്നത് പിറ്റേന്നത്തേക്കുള്ള കേക്കുകളാണ്. അപ്പോൾ അതും കൂടെ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയത്തെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും വൈകുന്നേരം ഉമ്മായും പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്നും വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും കൂടെ ചെയ്യാനുണ്ടായിരുന്നു. അതും കൂടെ ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ നെയ്ച്ചോറ് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിക്കാനായിട്ട് ഇരുന്നു. കാര്യം ഇവിടെ ചിക്കൻ കറി ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് പോലും കുറച്ച് ചിക്കൻ കറിയും കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കൂട്ടി ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കേക്കുകളെല്ലാം ക്രം കോട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നത്. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എൻ്റെ ഈദ് വ്ളോഗ് ഇങ്ങനെയൊക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.